ഹായ് എവറി വൺ. അപ്പോൾ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേക്കിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആര്യ ഉപ്പുമാവ് സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് അവൾ പറയും നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാൻ ഞങ്ങൾക്ക് പഴമുണ്ട്. പഴം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ പഴം മേടിച്ചു. പഴവും ഉപ്പുമാവും ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ്. നല്ല വെയിലുണ്ട്. ഇതിട്ടാണ് നമ്മൾ ഉപ്പുമാവ് ഇളക്കുന്നത്. കാണിച്ചു തരാം. ഇങ്ങനെ ഇളക്കി റവ ഫസ്റ്റ് വറക്കണം. വറുത്തിട്ട് അതിനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അരിയുമാണ്. അതും അരിഞ്ഞ് റവ വറുത്ത് കഴിയുമ്പം ബാക്കി നിങ്ങളെ കാണിച്ചു തരാം. ഉപ്പുമാവ് വെന്തിട്ട് വേണം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. കുറച്ച് ദൂരാണ്. വരുന്നതൊരു 12 മണിയൊക്കെ ആകുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വിശക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പോയാൽ ആദ്യം ഞാൻ ഇവിടെ ഒരു കുരു കണ്ടോ, ഞാൻ പുതിയൊരു ഫേസ് വാഷ് മേടിച്ചു. പിന്നെ ഒരു സൺസ്ക്രീനും മേടിച്ചു. ഇന്നലെ ആ ഫേസ് വാഷ് ഇട്ട് മോഹം കഴുകിയപ്പം തൊട്ട് ഈ കുരു വരാൻ തുടങ്ങിയത്. എനിക്കറിയത്തില്ല ഇനി എനിക്ക് പറ്റാത്തതാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും മേടിച്ചതല്ലേ, അപ്പോൾ നമുക്കത് തേച്ചേ മതിയാവും. അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യണം. റവ വറുക്കാൻ വലിയ പാടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ശരിയാവുന്നൊന്നും ഒരു ദിവസവും. ഇന്നിവിടെ ബീഫ് കറി ആയതുകൊണ്ട് നല്ല വെയിലുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നല്ല വെയിലാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കൊക്കെ വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ റവ എല്ലാം ശരിയായിട്ടുണ്ട്, വറുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ആദ്യത്തെ ദേഷ്യത്തിലാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മാറ്റണം. ആ പാത്രം വേണ്ടടി, വേറെ മതി. ഇത് മതി. അവള് ഞാൻ പറഞ്ഞ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അത് എസ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയും ആര് ഈ എണ്ണ എടുക്കണമെന്ന് പറഞ്ഞാൽ അവൾ ഈ എണ്ണ എടുക്കണം. പിന്നെ ഞാൻ പറയും ആര് റവ ഉപ്മാവ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അവൾക്ക് ആ ഉപ്മാവിനെ ഉണ്ടാക്കണം. ഞാൻ എന്നാ പറഞ്ഞാലും അവള് ഓപ്പോസിറ്റ് നിൽക്കുന്നു. ഇപ്പൊ ഞാനൊരു കാര്യം നല്ലതാന്ന് പറഞ്ഞാൽ അവൾക്ക് അത് ഇഷ്ടമില്ല. കാരണം അവൾക്ക് എന്താ വേറെ ഇഷ്ടം. അതാണ് ഇവളുടെ ഒരു സ്വഭാവം. ഒരു കാര്യം നിങ്ങൾ നല്ല വെയിൽ ഇവിടെ കാണിച്ചില്ല. വെയിൽ ഭയങ്കര വെയിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു 4 മണി ആയിട്ടുണ്ട്. കണ്ടോ ഭയങ്കര വെയിൽ. നമുക്ക് അടച്ചേക്കാം. പിന്നെ നമ്മൾ ഇത് സൺസ്ക്രീം ഇട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വെയിലത്തിറങ്ങിയത്. നിനക്ക് ചായ ഇഷ്ടമെങ്കിൽ അല്ലേ നമുക്ക് ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ചായ ഇഷ്ടമില്ല. തിന്നുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് ചായ ഇഷ്ടമൊക്കെ. കാരണം നമ്മൾ എറണാകുളത്ത് പോയപ്പോൾ ചായ കുടിച്ചിട്ടുണ്ട്.
നല്ല ചായ ബ്രൂ അതും കുടിച്ചിട്ടുണ്ട്. ബ്രൂ കുടിച്ചിട്ടുണ്ട്. ബൂസ്റ്റ് കുടിക്കില്ലേ നമ്മൾ? ഞാൻ ഉണ്ടാക്കുന്ന എന്ത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ എന്നറിയാം, പക്ഷെ ഇവിടെ കുടിക്കത്തില്ല. പക്ഷെ നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവക്ക് ഇഷ്ടമില്ല. കുഴപ്പമില്ല. ഒരു ദിവസം ഇവിടെ കൊണ്ട് കുടിപ്പിക്കണം. അപ്പം എൻ്റെയും ആര്യയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം മഞ്ഞപ്പൊടി ഇടാൻ പോവാണ്. ഇന്ന് മഞ്ഞ കളറിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യത്തിന് വാരിയിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുക ആര്യയ്ക്ക്, കാരണം നമ്മൾ ഹെൽപ്പ് ചെയ്യണമല്ലോ. ഇവിടെ പറഞ്ഞ ഹെൽപ്പൊന്നും വേണ്ട, വന്ന് നിന്നാൽ മതിയെന്ന് പറഞ്ഞു. വരണ്ട, അവൾ കിടന്നോളാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരു അന്തസ്സില്ലേ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചുമയാണ്. ഇന്നത്തെ ദിവസം ഇഷ്ടമില്ല, കാരണം ഇന്നത്തെ ദിവസം പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ നാളെ പിന്നെ ജോലിക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഇഷ്ടമില്ല. തേങ്ങാപ്പൊടി മേടിച്ചു നമ്മൾ. ഇന്നലെ ഈ സമയം ഞങ്ങൾ നുസറിൻ്റെ വീട്ടിലായിരുന്നു. അല്ല ആര്യ, നല്ല രസമുണ്ടായിരുന്നു നുസറിൻ്റെ വീട്ടിൽ. നല്ല ഓളമായിരുന്നു. പെട്ടെന്ന് ഒലയുടെ വീട്ടിലോട്ട് പോയപ്പം എന്തോ ഒരു മൂകത പോലെ, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അവളെ ഞങ്ങൾക്ക് ഒത്തിരി ഗിഫ്റ്റ് ഒക്കെ തന്നു. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ ഭയങ്കര ഷോയാ. എൻ്റെ വീഡിയോ എടുക്കത്തില്ലാത്ത കൂട്ട്. അവിടെ യൂട്യൂബ് ചാനലിൽ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പിൻ ചെയ്ത് വെക്കാം, തരാം. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നത് അവളുടെ ഷോയിൽ താളം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഭയങ്കര ഇൻട്രോവേർട്ട് കളിക്കുകയാണ്. അത് സത്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം ഇവളുടെ യൂട്യൂബ് ചാനൽ. ഇവിടെ ഞങ്ങൾ പകുതി ഉപ്പുമാവെല്ലാം സെറ്റായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞങ്ങളിന്ന് താമസിച്ചായിരുന്നു ചോറുണ്ണുന്നത്. ഇന്ന് ഞങ്ങൾ നേരത്തെ 12 മണിക്ക് ചോറുണ്ട്. അപ്പം നല്ല വിശപ്പായിപ്പോയി. അപ്പം കരുതി ചോറിനി ഉണ്ണണ്ട, വണ്ണം വെച്ചാലോ, അതുകൊണ്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം. പഴമുണ്ട്, ബീഫ് കറിയുണ്ട്. ബീഫ് കറി കാണിച്ചു തരാം നിങ്ങളെ. ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് വയറ്റി ഭയങ്കര എരിച്ചിലായിരുന്നു. അതുകൊണ്ട് പിന്നെ പക്ഷെ ഞാൻ കഴിച്ചു വന്നാലും എരിവാണെങ്കിലും എരിവ് കുറച്ച് നേരം കഴിഞ്ഞിട്ടും അറിയത്തുള്ളൂ. എല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ആദ്യം അറിയത്തില്ല. ഉപ്പിട്ടായിരുന്നു ആര്യ. ഇനി നമുക്ക് ഉപ്പുമാവ് കഴിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഉപ്പുമാവ് കഴിക്കാം, നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മൂടി വെക്കണം. അപ്പം നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. അതിനൊന്നും ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ഒരുങ്ങിക്കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് ഇത്രയുള്ളൂ. ബൈ ബൈ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഉപ്പുമാവ് കഴിച്ചില്ല, ഇപ്പോഴാണ് കഴിക്കുന്നത്. ഈ പഴം കൂട്ടിയാണ് കഴിക്കുന്നത്. അല്ലേ ആദ്യം ഞാനിവിടെ ഉപ്പുമാവ് തിന്നാൻ പോകണം. ഇന്നലെ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് കാണിച്ചു തരാം. വേണ്ട, മുറിക്കണ്ട, മുറിക്കാതെ അങ്ങ് എടുക്കാം. ഒറ്റ വശം വെച്ചാൽ മതി. ഇവിടെ കടയിന്ന് കട്ടണ്ട. ഇതെനിക്ക് അല്ലാതെ തിന്നാൻ, എനിക്ക് ഉപ്പുമാവിൻ്റെ കൂടെ. അതെന്നെ പിന്നെ തിന്നത്, അതവിടെ വെക്ക്. അല്ല ഇതെടുത്തല്ല, അത് വെക്ക്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. നിങ്ങൾ കാണിച്ചു തരാം. ഉപ്പുമാവ് കാണിച്ചു തരാം.